ഹലോ, ഞാൻ സോന, ഹെയർ ആൻഡ് ഹാപ്പിനെസ്സിലെ സൈക്കോളജിസ്റ്റ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എക്സാമിൽ ഉണ്ടാകുന്ന തോൽവി, പലതരം രോഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ, നമ്മുടെ തൊഴിലില്ലായ്മ, ഇതെല്ലാം നമ്മളെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുള്ളതാവാം. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് ചില ആളുകൾ പറയാറുള്ള കാര്യമാണ് എനിക്ക് ഡിപ്രഷനാണ് എന്നൊക്കെ. എന്നാൽ ശരിക്കും എന്താണ് ഈ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം? മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും അതൊക്കെയാണോ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെയാണ്. പ്രധാനമായിട്ടും ഈ ഡിപ്രഷൻ ഉണ്ടാകുന്ന വ്യക്തികളുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഞാനൊരു തോൽവിയാണ്, എനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഞാൻ ജീവിച്ചിട്ടൊരു കാര്യമില്ല, അങ്ങനെയുള്ള ചിന്തകളായിരിക്കും മെയിനായിട്ടും ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ജീവിതത്തെ എപ്പോഴും പ്രതീക്ഷയില്ലാതെ നോക്കിക്കാണുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ പണ്ടൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുന്നത് ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് പണ്ടൊക്കെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒന്നിനും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ അവർക്കൊന്നിനും ഒരു താല്പര്യം ഇല്ലാതെ ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുന്നത്. പണ്ടൊക്കെ ഒരുപാട് നന്നായിട്ട് പാട്ടുകൾ കേൾക്കുകയും അല്ലെങ്കിൽ സിനിമകൾ കാണുകയും ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഇപ്പം അവർക്ക് അതിനോടൊന്നും ഒരു താല്പര്യവും തോന്നുന്നില്ല, ഒന്നിനും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി പലപ്പോഴും പണ്ടൊക്കെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഇന്ന് അവർക്ക് അതിനൊന്നും സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനൊന്നും അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പണ്ട് ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഡിപ്രഷനുള്ള വ്യക്തികളിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്ത് കുറ്റബോധം അനുഭവിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. അതായത് പണ്ട് താൻ ചെയ്തിട്ടുള്ള തെറ്റുകളെ ഓർത്ത് ഇപ്പം കുറ്റബോധം അനുഭവിക്കുകയും അതുപോലെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് മെയിനായിട്ടും ഉറക്കമില്ലായ്മയും വിശപ്പില്ലായ്മയും അതുപോലെ തന്നെ ഏകാഗ്രത കുറവും കണ്ടുവരാറുണ്ട്. ഉറക്കമില്ലായ്മ എന്ന് പറയുമ്പം ഇത്തരത്തിലുള്ള ആളുകൾ നേരത്തെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നുണ്ടാവും, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഉറക്കം വരുന്ന സമയത്ത് പലതരം ചിന്തകളായിരിക്കും ഇവരുടെ മനസ്സിലുണ്ടാവുന്നത്, പലതരം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ജോലികളൊന്നും ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് മെയിനായിട്ടും ഇത്തരത്തിലുള്ള ആളുകളിൽ കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, എത്ര ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന ഫുഡാണെങ്കിൽ പോലും അവർക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ എത്ര നല്ല ഭക്ഷണമാണെങ്കിലും അവർക്ക് കഴിക്കാൻ തോന്നാതിരിക്കുക. ഇനി ഏകാഗ്രത കുറവ്, ഇവരുടെ ജോലിയിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഇവർക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഏകാഗ്രത കിട്ടുന്നുണ്ടാവുന്നില്ല, ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ജോലിയിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തുകയും ഇവർ ചെയ്യാറുണ്ട്. കുട്ടികളിലാണെങ്കിൽ ഈ ഒരു ഏകാഗ്രത കുറവ് കാരണം പഠനത്തിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയും കണ്ടുവരാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ക്ഷീണം തോന്നുക, മടുപ്പ് തോന്നുക, കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ മടിയായിട്ട് പിന്നീട് അത് ഉപേക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടുവരാറുള്ളത്. പിന്നെ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഇവർ ജോലി ചെയ്യുന്നുണ്ടാവുന്നത്, ഭയങ്കര ആലോചിച്ച് പതുക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുന്നത്. ഡിപ്രഷൻ പല രീതിയിൽ ആളുകൾ കണ്ടുവരാറുണ്ട്. കുട്ടികളിലാണെങ്കിൽ ഇവർക്ക് പഠനത്തിന് പിന്നോക്കം നിൽക്കുക, അമിതമായിട്ടുള്ള വാശി, ദേഷ്യം, സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുക, അങ്ങനെയുള്ള രീതി കണ്ടുവരാറുണ്ട്. ഇനി യുവാക്കളൊക്കെ ആണെങ്കിൽ ലഹരിയോടുള്ള ആസക്തിയൊക്കെ ഇവർക്ക് കൂടി വരാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഡിപ്രഷനുള്ള വ്യക്തികൾ കണ്ടുവരാറുള്ളത് ആത്മഹത്യാ പ്രവണതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല, എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല, ഞാനൊരു തോൽവിയാണ് എന്ന ചിന്തകളായിരിക്കും ഇവരുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാവുന്നത്. നെഗറ്റീവായിട്ടുള്ള തോട്ട്സും നെഗറ്റീവായിട്ടുള്ള ടോക്കും ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, എപ്പോഴും തന്നെ പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവർ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടാവുന്നത്. ആ ഒരു സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക പിരിമുറുക്കവും അസ്വസ്ഥതയും നിരാശയും അമിതമായിട്ടുള്ള ഉത്കണ്ഠയൊക്കെ കണ്ടുവരാറുണ്ട്. അമിതമായിട്ടുള്ള ഉത്കണ്ഠ എന്ന് പറയുമ്പം വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്കത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ നിരാശ എന്ന് പറയുമ്പം അവർ ജീവിതത്തെ നിരാശയോടെ ആയിരിക്കും നോക്കിക്കാണുന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോപ്പ്ലെസ് ആയിട്ട്, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല എന്ന രീതിയിൽ നിരാശയോടെ ആയിരിക്കും അവരവരുടെ ലൈഫിനെ നോക്കിക്കാണുക. അസ്വസ്ഥത എന്ന് പറയുമ്പോൾ മനസ്സൊരിക്കലും ഒരു സ്വസ്ഥതയില്ലാതെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ താല്പര്യക്കുറവ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും അവർക്കൊരു താല്പര്യമില്ലായ്മ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ,
അവർക്ക് ജോലി ഇഷ്ടമായിട്ട് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യം കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഒരു ലോൺലിനെസ്, അതായത് എത്രയൊക്കെ ആളുകളുണ്ടെന്ന് പറഞ്ഞാലും ഇവരുടെ ചിന്ത ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാൻ ആളുകളില്ല, അങ്ങനെയുള്ള ചിന്ത, എപ്പോഴും ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല എന്ന ചിന്തകളായിരിക്കും ഇവരുടെ മനസ്സിലോട്ട് കടന്നു വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഒരു സാഡായിട്ടായിരിക്കും ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇവരുടെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഒരുപാട് ആളുകളോട് ആലോചിച്ചൊക്കെ ആയിരിക്കും ഇവരൊരു തീരുമാനം എടുക്കുന്നുണ്ടാവുന്നത്. സ്വന്തം ഇമോഷൻസിനെ തന്നെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില ആളുകൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുക, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെ ഇത്തരക്കാരിൽ കണ്ടുവരാറുണ്ട്. ഇനി ഈ ഡിപ്രഷൻ എത്ര നാൾ നീണ്ടു നിൽക്കാം? ചില ആളുകളിൽ ഒരു ദിവസം മൊത്തം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത്തരം അവസ്ഥകൾ കണ്ടുവരാറുണ്ട്. 2 ആഴ്ചയിൽ കൂടുതൽ ഇത്തരം അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പ്രധാനമായിട്ടും ഡിപ്രഷൻ്റെ തീവ്രത അനുസരിച്ച് നമുക്ക് 3ആയിട്ട് തിരിക്കാം: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് കേസുകളിൽ നമ്മൾ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതായത് നമ്മുടെ ചിന്തകൾ ഉണ്ടാകുന്ന നമ്മുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളെ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ സിവിയർ ആയിട്ടുള്ളതും അതുപോലെ മോഡറേറ്റ് ആയിട്ടുള്ള കേസുകളിൽ നമ്മൾ ആൻറ്റി ഡിപ്രസൻസ് എടുക്കാറുണ്ട്. ഡിപ്രഷൻ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് ജനിതകപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ വെർബലായിട്ടുള്ള അബ്യൂസുകൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഡിപ്രഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമ്മൾ സാധാരണയായിട്ട് ഡിപ്രഷൻ കേസുകളിൽ CBT, സൈക്കോതെറാപ്പിയും ഒക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. ആദ്യം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നേടുക എന്നുള്ളതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ നമ്മൾ അവരെ ക്ഷമാപൂർവ്വം കേൾക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള മാനസിക പിന്തുണ നൽകുകയും ചെയ്യണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നല്ലൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.